വൻ വിജയം നേടുകയും കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് SDP-യെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന സംഭവിക്കുന്നത്. നമുക്കറിയാമല്ലോ, രാജ്യത്തെ അക്രമ പ്രവർത്തനങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. രാജ്യത്തെ അക്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗം അക്രമം നടത്തുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ പേരിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസുകളിലേക്കും സംസ്ഥാന ഭാരവാഹികളുടെ വീടുകളിലേക്കും പാർട്ടിയുടെ ഓഫീസുകളിലേക്കും കയറി നിറങ്ങാനുള്ള അധികാരം ഈ രാജ്യത്തെ പോലീസ് ഓഫീസർമാർക്കും രാജ്യത്തെ അധികാരവർഗത്തിനും അവിടെ നിന്ന് ലഭിച്ചു എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. രാജ്യത്ത് അക്രമ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ, കൈകൾ വെട്ടിയതിന്റെ പേരിൽ, ആളുകളെ കൊന്നതിന്റെ പേരിൽ പാർട്ടി ഓഫീസുകൾ റെയ്ഡ് നടത്തുകയാണെങ്കിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റെയ്ഡ് നടത്തേണ്ട പാർട്ടികള് രാജ്യത്തെ CPM-ഉം BJP-യാണ് എന്ന് നമുക്കറിയാം. ഇന്ന് നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടാവും. RSS-കാരുടെ നേതൃത്വത്തിൽ ഒരാളുടെ കൈ വെട്ടിമാറ്റിയ സംഭവം. ഇതിന്റെ പേരിൽ ഏതെങ്കിലും RSS ഓഫീസിന്റെ പേരിൽ റെയ്ഡ് ഉണ്ടാകുമോ? ഏതെങ്കിലും ഒരു CPM-കാരന്റെ ഓഫീസുകളിൽ റെയ്ഡ് ഉണ്ടാകുമോ? ജനാധിപത്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ പിന്നോക്കക്കാരന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുടെ നാവടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് ബോധ്യമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അധസ്ഥിതന് ജനാധിപത്യം തടയരുത് എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഈ യാത്രയിൽ ഉയർത്തിപ്പിടിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദലിതുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന DHRM-ന്റെ സംസ്ഥാന നേതാവ് ശെൽവരാജിന്റെ വീട്ടില് റെയ്ഡ് നടക്കുകയുണ്ടായി. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. എന്താ കാരണം? അദ്ദേഹത്തിന്റെ വീട്ടില് ആയുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന വിവരം RSS-കാരൻ ഫോണിലൂടെ പോലീസിൽ അറിയിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തുന്നു, അദ്ദേഹത്തിന് കസ്റ്റഡിയിലെടുക്കുന്നു. ഇങ്ങനെ രാജ്യത്ത് ഉയർന്നു വന്ന പിന്നോക്കക്കാരന്റെ ശബ്ദത്തെ തച്ചു കെടുത്താൻ വേണ്ടിയാണ് ഈ രാജ്യത്തെ പോലീസും അധികാരികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് എല്ലാ വിഭാഗം ആളുകൾക്കും ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഈ രാജ്യത്ത് ജനാധിപത്യം നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ പല വിഭാഗം ആളുകളും ഈ രാജ്യത്ത് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ട് പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്താനുള്ള അവകാശവും അവർക്ക് പെർമിഷനും നൽകുമ്പോൾ അധികാരി വർഗം ഞങ്ങളോട് ചെയ്യുന്നത്, ഈ രാജ്യത്തെ പിന്നോക്കക്കാരനോട് ചെയ്യുന്നത്, അവന് ജാല നൽകാനുള്ള അവകാശം നിഷേധിക്കുകയാണ്. ജാഥ നടത്താനുള്ള പെർമിഷൻ നിഷേധിക്കുകയാണ്. പ്രകടനം നടത്താനുള്ള പെർമിഷൻ നിഷേധിക്കുകയാണ്. പ്രസംഗിക്കാനുള്ള അവകാശം പെർമിഷനിലൂടെ അത് നിഷേധിക്കുകയാണ്. ഇങ്ങനെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ കൂച്ചുവിലങ്ങിട്ട് പാവപ്പെട്ട പിന്നോക്കക്കാരന്റെ ശബ്ദത്തെ കെടുത്താമെന്നാണ് ഈ രാജ്യത്തെ അധികാരി വർഗങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങളൊരു കാര്യം പറയുകയാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓരോ പ്രവർത്തകന്മാരും, ഒരു പ്രവർത്തകരെങ്കിലും ഈ രാജ്യത്ത് ജീവിക്കുന്ന കാലത്തോളം ഈ പ്രസ്ഥാനത്തെയും ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെയും തകർക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് അധികാരി വർഗങ്ങളോട് പറയാനുള്ളത്. ഇതൊരു പ്രതിഷേധ കൊടുങ്കാറ്റായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിച്ചുയരുകയാണ്. നമുക്കറിയാമല്ലോ, രാജസ്ഥാനില് RSS-കാരെ തോൽപ്പിച്ചുകൊണ്ട് സഹസർപഞ്ച് സ്ഥാനങ്ങളിലേക്ക് SDP-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. കർണാടകയിൽ 100ഓളം സീറ്റുകളില് പഞ്ചായത്ത് ഇലക്ഷനുകളില് SDP-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. നമ്മുടെ കേരളക്കരയില് ആലപ്പുഴയിലെ പുന്നപ്പുറയില് LDF-നോട് മത്സരിച്ചിട്ട് UDF-നോട് മത്സരിച്ചിട്ട് 31 വോട്ടിനാണ് SDP-ഐ രണ്ടാം സ്ഥാനത്തായിട്ടുള്ളത്. ഇതൊക്കെ അധികാരി വർഗത്തിന് പെരുമ്പാവൂരിലെ മത്സരരംഗത്തുണ്ടായിട്ട് പെരുമ്പാവൂരില് എല്ലാ 10ഓളം കക്ഷികളോട് ഏറ്റുമുട്ടിയിട്ട് 700 വോട്ടിന് മാത്രമേ SDP-ഐ പിന്നോട്ട് പോയിട്ടുള്ളൂ. കണ്ണൂരില് ബൈ ഇലക്ഷനില് വിവിധ കൌൺസിലുകളില് SDP-ഐ മേൽക്കൈ നേടിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് ഈ രാജ്യത്ത് ഞങ്ങളുടെ കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുമെന്നതിന്റെ ഭയം കൊണ്ടാണ് രാജ്യത്ത് ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നാണ് ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് തകർക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. കാരണം ഈ രാജ്യമെന്ന് പറയുന്നത് അത് പിന്നോക്കക്കാരന്റേതാണ്. ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത്. ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ട ബാധ്യതയും ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റേതാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ സമരം മുന്നോട്ട് തന്നെ പോകും. ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് എന്നാണോ അവകാശം ലഭിക്കുന്നത്, അവർക്ക് എന്നാണോ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നത്, അത് ലഭിക്കുന്നത് വരെ ഈ രാജ്യത്തെ സമര മുന്നണിയില് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും പ്രവർത്തകരും ഉണ്ടാകുമെന്ന് ഈ രാജ്യത്തെ അധികാരി വർഗങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടി ഈ ജാഥയില് ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് SDP. ജില്ലാ ട്രഷറർ റഷീദ് മാസ്റ്റർ, സംസ്ഥാന കമ്മിറ്റി അംഗം CG ഉണ്ണി,
ജില്ലാ കമ്മിറ്റി അംഗം കുന്നത്തൂർ രാധാകൃഷ്ണൻ, CP മജീദ് ഹാജി തുടങ്ങിയവരെ ഈ ബാനറിന് മുമ്പിലായി ക്ഷണിക്കുന്നു. രാഷ്ട്രീയമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അണിചേരുക. ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം, അധിഷ്ഠിതന് ജനാധിപത്യം നിഷേധിക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി SDPI സംഘടിപ്പിക്കുന്ന ജനകീയ മാർച്ച് ഇതാ ഇവിടെ ആരംഭിക്കുകയായി. അണിനിരക്കുക. അധസ്ഥിതന്റെ ജനാധിപത്യം കേരള മണ്ണിൽ തടയുന്ന കോടിയേരിയുടെ പോലീസിനും ചൂട്ടുപിടിക്കുന്ന ഭരണക്കാർക്കും ശക്തമായ താക്കീതായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇതാ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. കള്ളക്കേസ് മെനഞ്ഞുണ്ടാക്കി നിങ്ങൾക്ക് ജയിലിലടക്കാം, തൂക്കിയേറ്റാം. പക്ഷേ ഒന്ന് പറഞ്ഞേക്കാം, ഞങ്ങൾ ജനാധിപത്യം കുത്തകയാക്കാൻ ആരും ഇവിടെ തുനിയേണ്ടതില്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്നു. ജനാധിപത്യം കുത്തകയാക്കാൻ ആരും ഇവിടെ തുനിയേണ്ടതില്ല. കള്ളക്കേസ് മെനഞ്ഞുണ്ടാക്കി നിങ്ങൾക്ക് ജയിലിലടക്കാം, തൂക്കിലേക്കാം. പക്ഷേ ഞങ്ങളൊന്ന് പറയുന്നു, ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്നു. ജനാധിപത്യം കുത്തകയാക്കാൻ ആരും ഇവിടെ തുനിയേണ്ടതില്ല. മുത്തങ്ങയുടെ പച്ചപ്പിൽ കാടിന്റെ മക്കളുടെ ചുടുചോര തുള്ളിയവർ, വർക്കയിലെ ദളിത് കുടിലുകളിൽ മണ്ണിന്റെ മക്കളുടെ തേങ്ങലുകൾക്ക് കാരണമൊരുക്കിയവർ, മലബാറിലും കേരളത്തിൽ അങ്ങോളമിങ്ങോളവും മാപ്പിള മക്കളുടെ ജീവന് നേരെ തെരുവുകൾ തോറും നായാട്ട് നടത്തിയവർ, ഇനിയും കണ്ണും കാതുമടയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്നു. ഇനിയും ഈ അക്രമങ്ങൾക്ക് നേരെ, അനീതികൾക്ക് നേരെ, ജനാധിപത്യ ദൂഷണങ്ങൾക്ക് നേരെ കണ്ണും കാതുമടയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അധസ്ഥിതന്റെ ജനാധിപത്യം കേരള മണ്ണിൽ തടയുന്ന കോടിയേരിയുടെ പോലീസിനും ചൂട്ടുപിടിക്കുന്ന ഭരണക്കാർക്കും ശക്തമായ താക്കീതായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ജനകീയ മാർച്ച് ഇതുവഴി